ഏത് ഇന്റർവ്യൂല്. അപ്പൊ ഈ ഒരു ഇത്ര നേരം കേട്ടത് വെച്ച് നോക്കുമ്പോൾ ഇതൊരു ഇന്റർവ്യൂട്ട് ക്യാരക്ടർ ആണോ എന്നൊരു അസംഷൻ എനിക്ക് വന്നു. അതുകൊണ്ട് ഈ ഒരു റിലേറ്റഡ് ആണ് ചേട്ടന്റെ ക്യാരക്ടറും ഈ രാജീവിന്റെ ക്യാരക്ടറും തമ്മിൽ. ഇൻട്രോവേർട്സ് എന്ന് പറയുന്നത് ഒരു ബഹുജന ജനറിക് ഗ്രൂപ്പ് ഒന്നുമല്ല. അപ്പൊ അതിൽ തന്നെ ഉണ്ടാവുമല്ലോ വലിയ വ്യത്യാസം ആൾക്കാർ തമ്മിൽ. ഞാൻ ഇപ്പോൾ എന്റെ ജോലിയുടെ ഭാഗമായതുകൊണ്ട് മാത്രം ഇത്തരം ഒരു പ്രോബ്ലമിടയിൽ വന്നിരിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ഞാൻ വരില്ല. എനിക്കൊരു വലിയ ജനക്കൂട്ടത്തിനിടയിൽ പോയി ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല ഞാൻ. ഐ മോർ കംഫർട്ടബിൾ ഐദർ അലോൺ ഓർ എൻ്റെ വളരെ ഇന്റിമേറ്റ് സർക്കിളിൽ മാത്രം കംഫർട്ടബിൾ ആകുന്ന ഒരാളാണ് ഞാൻ. മേ ബി അങ്ങനെ നോക്കുകയാണെങ്കിൽ രാജീവനും അത്തരത്തിലൊരാളായിരിക്കും. പക്ഷെ അതുകൊണ്ട് ഇവർ സിമിലർ കൈൻഡ് ഓഫ് പീപ്പിൾ ആകുന്നില്ല. രാജീവൻ എന്നെ പോലെയേ അല്ല. രാജീവൻ എന്നിൽ നിന്നും ഒരുപാട് ദൂരത്ത് നിൽക്കുന്ന ഒരാളാണ്. ഇതിന്റെ ഈ സിനിമയുടെ ഒരു ഇൻട്രസ്റ്റിംഗ് പരിപാടി എന്ന് വെച്ചാൽ, ഞാൻ തൊട്ട് മുമ്പ് ഒരു ഇന്റർവ്യൂവിന് പറഞ്ഞാണ്, കാരണം ഈ നമുക്കറിയാത്ത ആൾക്കാർ, നമുക്ക് ആരാണ് എന്താണ് എന്നറിയാത്ത ഒരാൾക്കാർ, ഫോർ എക്സാമ്പിൾ നമുക്ക് ചില ആളുകൾ ഉണ്ടാവുമല്ലോ നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മുടെ അയൽക്കാരാണ്, പക്ഷെ നമുക്ക് അവരെ അറിയില്ല. നമ്മൾ ആദ്യമായിട്ട് ഒരു പക്ഷെ അവരെ കുറിച്ച് കേൾക്കുന്നത്, അറിഞ്ഞോ ഇന്നലെ അവരുടെ വീട്ടിൽ രാത്രി ഒരു കള്ളം കയറി, അപ്പൊ അവിടുത്തെ മറ്റേ പ്രവീൺ എന്ന് പറയുന്ന സോഫോൾ ആ കള്ളനെ തലക്കടിച്ചു കൊന്നു. അപ്പൊ നമുക്ക് എന്താണ് പിന്നെ അയാളെ കുറിച്ചുള്ള നമ്മുടെ ഫസ്റ്റ് ഐഡന്റിറ്റി? വീട്ടിൽ കക്കാൻ കയറിയ കള്ളനെ തലക്കടിച്ചു കൊല്ലുക, അതാണ് അയാളെ കുറിച്ചുള്ള നമുക്ക് അറിയുന്ന ഫസ്റ്റ് ഐഡന്റിറ്റി. അയാളെ ഒരു സാധാരണ മനുഷ്യനായിരിക്കും. അയാൾ അതിനൊന്നും അന്ന് രാത്രി സംഭവിച്ച മറ്റെന്തോ കാരണങ്ങളാൽ സംഭവിച്ചൊരു ഇതായിരിക്കും. പക്ഷെ നമുക്കും അയാൾക്ക് ചുറ്റുമുള്ള സമൂഹത്തിനും അയാളെ കുറിച്ച് ഇപ്പോൾ ഐഡന്റിറ്റി കള്ളനെ തലക്കടിച്ചു കൊന്നാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് സർക്കംസ്റ്റാൻസ് അയാൾക്ക് കൊടുക്കുന്ന ഒരു ഐഡന്റിറ്റിയാണ്. അതുപോലൊരു സീരീസ് ഓഫ് സർക്കംസ്റ്റാൻസസിലൂടെ താൻ ആഗ്രഹിക്കാത്ത, താനായി കൺസ്ട്രക്ട് ചെയ്യാത്ത ഒരു ഐഡന്റിറ്റി ഉണ്ടായി പോകുന്ന ഒരാളാണ് ഈ സിനിമയുടെ നരേറ്റീവിലുള്ള രാജീവൻ എന്ന് പറയുന്ന ഈ നോബഡി. അതാണ് ഇതിലെ കഥാപാത്രം. അല്ലാതെ ഒരു ഇൻട്രോവേർട്ട് എന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഒറ്റ ഇടാൻ പറ്റുന്ന ഒരാളല്ല. വാരണാസിയെ പറ്റി 22 ചോദ്യം ചോദിച്ചു. വാരണാസിയെ പറ്റി എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് കുംഭയെ പറ്റി എന്താണ് ഞങ്ങൾക്ക് എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കാനുള്ളത്? എനിക്കറിഞ്ഞ സിനിമ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയുണ്ട് കുറച്ചുകൂടെ ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ. ഞാനിപ്പോ ഇത് അടുത്ത ജോയിൻ ചെയ്യാൻ പോകുന്നത് അതിന്റെ ഷൂട്ടിങ്ങിനാണ്. നിങ്ങൾ ആ സിനിമയ്ക്കും നമ്മളിത് ചെയ്യില്ലേ? നിങ്ങൾ ഇതുപോലെ വരില്ലേ? നമ്മൾ എന്തായാലും ഒരു പ്രസ് മീറ്റ് ഉണ്ടാവില്ല. അപ്പൊ ഇപ്പൊ എല്ലാം പറഞ്ഞാൽ ഇപ്പൊ എന്ത് പറയും? ഇതിന്റെ പ്രീ പ്രൊഡക്ഷൻ നടക്കുന്നു. എന്നാ ഷൂട്ടിംഗ് ഇവിടില്ല, സോറി, പ്രീ പ്രൊഡക്ഷൻ നടക്കണം. അപ്പൊ അവര് രാവണ ടീമും പ്രീ പ്രൊഡക്ഷൻ. ഇതിൽ രാജീവിന്റെ ലുക്കിന്റെ ഏറ്റവും വലിയ ബ്രീഫ് എന്ന് പറഞ്ഞാൽ, രാജീവിന്റെ ഒരു ലുക്കും നിങ്ങൾ ഓർമ്മയിൽ നിൽക്കരുത് എന്നുള്ളതാണ്. ബിക്കോസ് ഈസ് എ നോബഡി. അപ്പൊ നിങ്ങൾക്ക് ഈ സിനിമയിൽ എൻ്റെ ഏതെങ്കിലും ഒരു കോസ്റ്റ്യൂം, എൻ്റെ ഏതെങ്കിലും ഒരു ലുക്ക് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് നിങ്ങളുടെ മെമ്മറിയിൽ ആ ഇമേജറി ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് പറ്റിയൊരു ഫെയിലിയറാണ്. നിസാം ഈ കഥാപാത്രത്തിന് രൂപം കൊടുത്തിരിക്കുന്നത്, സമീർ ഈ ക്യാരക്ടറിനെ കൺസീവ് ചെയ്ത് എഴുതിയിരിക്കുന്നത്, ഇയാളുടെ ഒന്നും തന്നെ ആരുടെയും ഓർമ്മയിൽ നിൽക്കാത്ത രീതിയിൽ വേണം ഇയാൾ. കാരണം ഞാനിന്ന് രാവിലെ മറ്റൊരു പ്രസ് മീറ്റിൽ പറഞ്ഞതുപോലെ, രാജീവിനും നീതിയും ആർ ക്വിൻറ്റസെൻഷ്യലി നോബഡീസ്. ഒരു പക്ഷേ നിങ്ങളുടെ തൊട്ടടുത്തുള്ള വീട്ടിൽ 10 കൊല്ലമായിട്ട് നിങ്ങളുടെ അയൽക്കാരായി ജീവിക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങൾ അവരെ ഒരു പക്ഷേ പരിചയപ്പെട്ടിട്ടുണ്ടാവില്ല. നമുക്കിടയിൽ തന്നെ ഒരുപാട് രാജീവന്മാരും മീരകളും ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. അത്രയും ഒരു ഫോർ ലാക്ക് ഓഫ് എ ബെറ്റർ വേർഡ് സമൂഹത്തിൽ എടുത്തു പറയത്തക്ക ഒരു ഐഡന്റിറ്റിയോ ഒന്നുമില്ലാത്ത വളരെ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ അസാധാരണമായ സാഹചര്യങ്ങളെ നേരിടേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ലുക്കിനെ കുറിച്ചൊക്കെ ഞങ്ങൾ യൂഷ്വലി ഒരു ലുക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്തത്, ഒരു ക്യാരക്ടർ അതിന്റെ ലുക്ക് ഇപ്പോൾ പെട്ടെന്ന് അതിന്റെ ലുക്ക് ഒരു കണക്ട് ഉണ്ടാകണം, ലുക്കിന് പെട്ടെന്ന് റിക്കോൾ വാല്യൂ ഉണ്ടാകണം. അതിന് ഒരു തരത്തിലുള്ള റിക്കോൾ വാല്യൂ ഒന്നും ഉണ്ടാകാൻ പാടില്ലാത്തൊരു ലുക്കിന് വേണ്ടിയാണ് ഈ സിനിമയിൽ ട്രൈ ചെയ്തത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ കലിഫയുടെ ഓരോരോ ലുക്കുകൾ ഇങ്ങനെ ആളുകൾ സ്പോട്ട് ചെയ്ത് ഫോട്ടോ എടുക്കുമ്പോൾ ഈ 20കളിലും 40കാരുടെയും ഒരു mid-30s ഒക്കെ മെച്യൂരിറ്റി സ്ക്രീനിൽ തോന്നുന്ന പൃഥ്വിരാജിന് ഇപ്പോൾ 40s എത്തുമ്പോൾ 20s ആയിട്ട് ഫീൽ ചെയ്യുന്നു എന്നുള്ള കമന്റ്സ് എപ്പോഴും വരുന്നുണ്ട്. സോ അത് ശരിക്കും എങ്ങനെയാണ്, അത് ഒരു കോംപ്ലിമെന്റ് ആയിട്ട് തന്നെ എടുക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. എന്താ അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നത് ശരിക്കും? ഞാൻ ഓരോ സിനിമയുടെയും ആ
സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന കഥാപാത്രത്തിന്റെ ലുക്ക് ആയിരിക്കുമല്ലോ എനിക്ക് ആ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഷൂട്ടിംഗ് വേളകൾക്കപ്പുറവും. അപ്പൊ ഇപ്പോ ആമിറലിയുടെ ലുക്കാണ്. അപ്പൊ അതിപ്പോ ഈ ആമിറലി ഭയങ്കര സുന്ദരനായിട്ടൊക്കെ ഇരിക്കണം എന്നുള്ളൊരു ബ്രീഫ് ആ തിരക്കഥയിലും ആ സംവിധായകന്റെ ബ്രീഫിനും ഉള്ളതുകൊണ്ട് ഞാൻ നടന്നു വന്ന വീഡിയോ ഒക്കെ എടുത്ത് സ്ലോ മോഷനിൽ പിന്നെ പാട്ടൊക്കെ ഇട്ട് ഉണ്ട്. അപ്പൊ നോബഡി സമയത്ത് ഞാൻ എന്റെ ക്യാമറ ഷൂട്ടിംഗ് സ്പോട്ടിലേക്ക് നടന്നു വന്ന വീഡിയോ കണ്ടാൽ ഇയാൾക്കെന്താ വയ്യേ എനിക്ക് ആൾക്കാർ ചോദിക്കുന്നത്. കാരണം ആ ലുക്ക് അങ്ങനെ ആയിപ്പോയി. നിസാം അതിനുവേണ്ടി നിസാം അതിനെ കൺസീവ് ചെയ്തത് രാജീവനൊരു ഫ്രസ്ട്രേറ്റഡ് ആയ ടയേർഡ് ആയ ഒരു മനുഷ്യനായിട്ടാണ്. അതുകൊണ്ടാണ് നിങ്ങൾ നോബഡി സമയത്ത് ഞാൻ സ്ലോ മോഷൻ നടക്കുന്ന വീഡിയോ ഒന്നും നിങ്ങൾ കാണാത്തത്. അപ്പൊ അത് അടുത്ത ഞാൻ ചെയ്യാൻ പോകുന്ന സിനിമയിൽ എന്താണ് അതിന്റെ ലുക്ക് ആ സമയത്ത് ഷൂട്ടിംഗ് അല്ലാത്ത വേളകളിൽ അങ്ങനെയായിരിക്കും. സോ ഐ വിൽ ലുക്ക് ലൈക്ക് മൈ ക്യാരക്ടേഴ്സ്. അല്ലാതെ ഇപ്പോ 40, 20, 40, 60, 30 കണക്ക് എനിക്കറിയില്ല. പക്ഷെ ആക്ച്വലി നിങ്ങളെ കാണാൻ ഭയങ്കര നിങ്ങളുടെ പ്രായത്തിനേക്കാൾ ചെറുപ്പമാണ് എന്നുള്ളത് ഒരു കോംപ്ലിമെന്റ് ഒക്കെ ആണെങ്കിലും ഐ എം നോട്ട് ട്രൈങ് ടു ലുക്ക് യങ്. ഐ എം ജസ്റ്റ് ട്രൈങ് ടു ലുക്ക് ഗുഡ് ഫോർ എ 43-year-old. സാറേ ഓക്കെ സാറേ ഈ ക്യാരക്ടറിന് വേണ്ടിയുള്ള ബോഡി വെയിറ്റ് കുറയ്ക്കുക അങ്ങനെ എന്തെങ്കിലും ഇതിന് അങ്ങനത്തെ ബ്രീഫൊന്നും അല്ല. രാജീവന് അങ്ങനത്തെ ശരീരം എല്ലാ കഥാപാത്രങ്ങൾക്കും അത്തരത്തിലൊരു ബ്രീഫൊന്നുമില്ല. എല്ലാ സിനിമകൾക്കും എല്ലാ കഥാപാത്രങ്ങൾക്കും ഈ ശരീരം എങ്ങനെ ആക്കും, ശരീരം എങ്ങനെ ആക്കണ്ട, അങ്ങനെ ബ്രീഫൊന്നുമില്ല. ഒരു ഫിസിക്കാലിറ്റിക്ക് ഒരു ബ്രീഫൊക്കെ കിട്ടുന്നത് ചില കഥാപാത്രങ്ങൾക്ക് മാത്രമാണ്. രാജീവിനെ സംബന്ധിച്ചിടത്തോളം ബി ആസ് അൺറിമാർക്കബിൾ ആസ് പോസിബിൾ എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അയാൾ എടുത്തു പറയത്തക്ക ഒന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ് രാജീവൻ. ഇൻ ടേംസ് ഓഫ് അയാളെ കാണുമ്പോഴോ അല്ലെങ്കിൽ അയാളെ നിങ്ങളൊരു പക്ഷേ ഇൻ റിയൽ വേൾഡ് രാജീവിനെ കണ്ടാൽ യു ഷുഡ് ബി ഈവൻ ഗിവിങ് എ സെക്കൻഡ് ലുക്ക്. അത്തരത്തിലുള്ളൊരു കക്ഷിയാണ്. അല്ലാതെ ഇങ്ങനെ ഈ സിനിമയ്ക്ക് വേണ്ടി തടി കുറയ്ക്കും അങ്ങനത്തെ ബ്രീഫൊന്നും നിസാമോ സമീറോ എനിക്ക് തന്നിട്ടില്ല.